ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ഹായ് നമസ്കാരം. അപ്പോൾ UGC നെറ്റ് അറബിക്കിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആധുനിക അറബി സാഹിത്യത്തിലെ ഒരു ഗംഭീര വ്യക്തിത്വത്തെക്കുറിച്ചാണ്. ഷായറുൻ നീൽ, അതായത് നൈലിന്റെ കവി എന്നറിയപ്പെടുന്ന ഹാഫിദ് ഇബ്രാഹിം. അദ്ദേഹത്തിന്റെ ജീവിതവും കൃതികളും പരീക്ഷയ്ക്ക് എന്തായാലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ? ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയൊരു വരി നോക്കാം, അല്ലേ? ഇത് കേട്ടാൽ മാത്രം മതി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ജനങ്ങൾ ഇത്രയധികം സ്നേഹിച്ചതെന്ന് മനസ്സിലാക്കാൻ. അല്ലുമ്മു മദ്രസ ഇത ആദതുഹ ആദത്ത ഷാബൻ തയ്യിബൽ ആറാഖ്. എന്താ ഇതിന്റെ അർത്ഥം? സിംപിളായി പറഞ്ഞാൽ അമ്മയൊരു സ്കൂളാണ്. ആ സ്കൂളിനെ നിങ്ങൾ നന്നായി പാകപ്പെടുത്തിയാൽ ഒരു നല്ല സംസ്കാരമുള്ള തലമുറയെ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ആലോചിച്ചു നോക്കൂ, എത്ര പവർഫുള്ളായ ചിന്തയാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുമൊക്കെ അന്നേ അദ്ദേഹം സംസാരിച്ചു. ഇത് തന്നെയാണ് അദ്ദേഹത്തെ ജനങ്ങളുടെ കവിയാക്കിയത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ കഥ തുടങ്ങാം. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹാഫിദ് ഇബ്രാഹിം ജനിച്ചത് എവിടെയാണെന്നറിയാമോ? ഒരു വീട്ടിലല്ല, ഹോസ്പിറ്റലിലുമല്ല. പിന്നെയോ നൈൽ നദിയിലൂടെ പോകുന്ന ഒരു കപ്പലിൽ വെച്ചായിരുന്നു. ശരിക്കും ഒരു സിനിമ പോലല്ലേ? അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഷായർ അൻ നീൽ, അതായത് നൈലിന്റെ കവി എന്ന പേര് വന്നത്. എത്ര കറക്റ്റായ പേരാണെന്ന് നോക്കൂ. പക്ഷേ ഈ കവിത്വമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം അത്ര സുഖമുള്ളതായിരുന്നില്ല. 1872 ആ കപ്പലിൽ ജനിച്ചില്ലേ? വെറും 4 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചുപോയി. അതോടെ അമ്മയുടെ കൂടെ കൈറോയിലേക്ക് മാറി. അവിടെ അമ്മാവന്റെ കൂടെയായിരുന്നു താമസം. കുറച്ചു കാലം കഴിഞ്ഞ് അമ്മാവന്റെ കൂടെ തൻദ്വാർ എന്ന വേറൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ നിരന്തരമായ ഈ യാത്രകളും നഷ്ടങ്ങളുമൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് പിന്നീട് അദ്ദേഹത്തിന്റെ കവിതകളിലും നമുക്ക് കാണാൻ പറ്റും. അമ്മാവന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു സംഭവമുണ്ടായി. അമ്മാവന് സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. താനൊരു ഭാരമാവുകയാണോ എന്നൊരു ചിന്ത. അപ്പോൾ അദ്ദേഹം എന്തു ചെയ്തെന്നറിയാമോ? ഒരു കത്തെഴുതി വെച്ച് അവിടെ നിറങ്ങിപ്പോയി. ആ കത്തിലെ വരികൾ ശരിക്കും നമ്മുടെ കണ്ണ് നനയിക്കും. തഖ്ലത്ത് അലൈക മഊനതി, അതായത് എന്റെ ചിലവ് നിങ്ങൾക്കൊരു ഭാരമായെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ, ഞാൻ ഏതെങ്കിലും ഒരു ദുരിതത്തിലേക്ക് പോവുകയാണ്. ആലോചിച്ചു നോക്കൂ, അത്ര ചെറിയ പ്രായത്തിൽ എത്ര വലിയൊരു ആത്മാഭിമാനമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ആ കഷ്ടപ്പാടുകൾ എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നും ഈ ഒരൊറ്റ കത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ആ ദുരിതം നിറഞ്ഞ കുട്ടിക്കാലത്ത് നിന്ന് അദ്ദേഹം എങ്ങനെയാണ് സ്വന്തം കാലിൽ നിന്നത്? അതാണ് അടുത്തത്. നിയമത്തിന്റെ ലോകത്തുനിന്ന് നേരെ പട്ടാളത്തിലേക്ക്. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കം. ആദ്യം അദ്ദേഹം മുഹമ്മദ് അബുഷാദി എന്നൊരു വക്കീലിന്റെ കൂടെ ജോലിക്ക് നിന്നു. അവിടെ വെച്ചാണ് സാഹിത്യത്തോടുള്ള ഇഷ്ടമൊക്കെ കൂടുന്നത്. പിന്നെ 1888 മിലിറ്ററി സ്കൂളിൽ ചേർന്നു. 3 വർഷം കഴിഞ്ഞ് 1891 ഈജിപ്ഷ്യൻ ആർമിയിൽ ഒരു ഓഫീസറായി പുറത്തിറങ്ങി. തീർന്നില്ല, 1896 ഈജിപ്ഷ്യൻ സൈന്യത്തിന്റെ കൂടെ അദ്ദേഹത്തെ സുഡാനിലേക്ക് അയച്ചു. ഈ സൈനിക ജീവിതം, യാത്രകൾ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ദേശീയബോധത്തെ ആളിക്കത്തിച്ചത് എന്ന് പറയാം. അങ്ങനെ പട്ടാളക്കാരനായിരുന്ന ഹാഫിദ് ഇബ്രാഹിം പിന്നീട് ഈജിപ്തിലെ ജനങ്ങളുടെ ശബ്ദമായി മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റാണിത്. ഇനി വരുന്നത് എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് കിട്ടിയ പേരുകൾ അല്ലെങ്കിൽ വിശേഷണങ്ങൾ, ഇതൊക്കെ എന്തായാലും ഓർത്തുവെക്കണം. ഒന്നാമത്തത് നമുക്കറിയാം, ഷായറുൻ നീൽ, നൈലിന്റെ കവി. പിന്നെ ഷായറു ഷായിബ്, ജനങ്ങളുടെ കവി, കാരണം അദ്ദേഹം സാധാരണക്കാരുടെ കാര്യങ്ങളാണ് എഴുതിയത്. അതുപോലെ ഷായറുൽ മുജ്തമ, സമൂഹത്തിന്റെ കവി. തീർന്നില്ല, ഷായറു സിയാസ, രാഷ്ട്രീയ കവി. ഓരോ രാഷ്ട്രീയ സംഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം എഴുതി. അതുകൊണ്ട് ഷായറുൽ ഹദസ്, സംഭവങ്ങളുടെ കവി എന്നും വിളിച്ചു. അവസാനം ഷായറുൽ ഖൗമിയാൽ മിസ്രിയ, ഈജിപ്ഷ്യൻ ദേശീയതയുടെ കവി. ഈ ഓരോ പേരും അദ്ദേഹത്തിന്റെ കവിതകളുടെ ക്യാരക്ടറാണ് നമുക്ക് കാണിച്ചു തരുന്നത്. 1911 അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടന്നു. ഈജിപ്തിലെ നാഷണൽ ലൈബ്രറി ഉണ്ടല്ലോ, ഡാർ അൽ കുത്തൂബൽ മിസ്രിയ, അവിടുത്തെ ലിറ്റററി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായി അദ്ദേഹത്തെ നിയമിച്ചു. അതൊരു വലിയ അംഗീകാരമായിരുന്നു. റിട്ടയർ ആവുന്നതുവരെ അദ്ദേഹം ആ സ്ഥാനത്തുണ്ടായിരുന്നു. ഇതോടെ അദ്ദേഹം രാജ്യത്തെ സാഹിത്യരംഗത്തെ ഒരു പ്രധാന കേന്ദ്രബിന്ദുവായി മാറി. ശരി, ഇനി നമുക്ക് നേരെ അദ്ദേഹത്തിന്റെ കൃതികളിലേക്ക് കടക്കാം. എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയ ഇതാണ്.
വെറും കവിതകൾ മാത്രമല്ല, സോഷ്യൽ ക്രിറ്റിസിസം, ട്രാൻസ്ലേഷൻസ്, അങ്ങനെ പല മേഖലകളിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ദീവാൻ. ഇത് 3 വാള്യങ്ങളുള്ള അദ്ദേഹത്തിന്റെ കവിതകളുടെ കളക്ഷനാണ്. പിന്നെ ലയാലി സദീഖ്, ഇതൊരു സാമൂഹിക വിമർശനമാണ്. അതുപോലെ അൽ ഖസീദ അൽ ഉമരിയ, ഇത് ഖലീഫ ഉമറിനെ പ്രകീർത്തിച്ചെഴുതിയ ഒരു നീണ്ട കവിതയാണ്. പക്ഷേ ഇതിലൊക്കെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അൽ ബുഅസഅ. ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അതെ, വിക്ടർ ഹ്യൂഗോയുടെ ലോകപ്രശസ്തമായ നോവൽ ലെസ് മിസറാബിൾസിന്റെ അറബി ട്രാൻസ്ലേഷനാണിത്. ഇതൊരു വലിയ സംഭാവനയായിരുന്നു. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ കൃതികൾ നമ്മൾ കണ്ടു. ഇനി അദ്ദേഹത്തിന്റെ ലെഗസിയെക്കുറിച്ചും അതുപോലെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ മറ്റൊരു വലിയ കവിയായ അഹമ്മദ് ഷൗക്കിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ഒന്ന് സംസാരിക്കാം. ഇത് ശരിക്കും നല്ല രസമുള്ളൊരു കഥയാണ്. അവർ തമ്മിലൊരു മത്സരമായിരുന്നില്ല, ശരിക്കു പറഞ്ഞാൽ വലിയ പരസ്പര ബഹുമാനമായിരുന്നു. ഹാഫിൽ ഇബ്രാഹിം അഹമ്മദ് ഷൗക്കിയെ വിളിച്ചത് എന്താണെന്നറിയാമോ? അമീറുൽ ഖവാഫി, അതായത് കവിതകളുടെ രാജകുമാരനെന്ന്. അപ്പോൾ തിരിച്ച് ഷൗക്കിക്ക് ഹാഫിലിനോടുള്ള ബഹുമാനം എത്രയായിരുന്നു? ഹാഫിൽ മരിച്ചപ്പോൾ ഷൗക്കി ഒരു വിലാപകാവ്യം എഴുതി. അതിലെ ഒരു വരി ഇങ്ങനെയാണ്: കുദ് കുന്തു അൻ ഔസിറ തഖൂൽ റിസായി. അതിൻ്റെ ആശയമെന്തെന്നാൽ, എൻ്റെ മരണശേഷം എനിക്ക് വേണ്ടി വിലാപകാവ്യം ചൊല്ലേണ്ടിയിരുന്നത് നീയായിരുന്നു. കാരണം നീ ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും ഒരുപോലെ നീതി കാണിക്കുന്നവനായിരുന്നു. ആലോചിച്ച് നോക്കൂ, എത്ര ആഴമുള്ളൊരു ബന്ധമായിരുന്നു അവരുടേത്. അദ്ദേഹത്തിന്റെ കവിതകളുടെ പവർ കാണിക്കുന്ന 2 വരികൾ കൂടി നോക്കാം. ആദ്യത്തേത് അറബി ഭാഷ തന്നെ സംസാരിക്കുന്നത് പോലെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. റജഅതു ലിനഫ്സി ഫത്തഹംതു ഹിസ്സാത്തി. ഞാൻ എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി, എന്റെ ചിന്തകളെ തന്നെ ചോദ്യം ചെയ്തു. ഞാൻ എന്റെ ജനതയെ വിളിച്ചു, അവർക്കു വേണ്ടി എന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. അറബി ഭാഷയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ വരികളാണിത്. 2ാമത്തെ വരിയിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ധൈര്യവും ഉറച്ച നിലപാടുമാണ് കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓരോ കവിതയും ആ രാജ്യത്തിന്റെ, അവിടുത്തെ ജനങ്ങളുടെ ശബ്ദമായിരുന്നു. അപ്പോൾ ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാം, ഹാഫിൾ ഇബ്രാഹിം ശരിക്കും ജനങ്ങളുടെ കവി അഥവാ ഷായറു ഷർബ് തന്നെയായിരുന്നു. ഈജിപ്തിലെ രാഷ്ട്രീയമായാലും സാമൂഹികമായാലും എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ കവിത ഒരു കണ്ണാടി പോലെ പ്രതിഫലിച്ചു. അദ്ദേഹത്തിന്റെ ആ പാരമ്പര്യം ഇന്നും അറബ് ലോകത്ത് വളരെ വലുതാണ്. അപ്പോൾ നമ്മളിത് പറഞ്ഞു നിർത്തുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്, അല്ലേ? ഫിയാസ്രിന ഹാദ മൻ ഹുവ ഷായറു ഷർബ്. അതായത്, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആരാണ് ശരിക്കും ജനങ്ങളുടെ കവിയായിട്ടുള്ളത്? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഇന്നത്തെ ഈ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും, അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.